Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. സാധാരണ ചിക്കൻ കറി അല്ല, ഒരു ഹൈദരാബാദി ചിക്കൻ കറി. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി. ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യം പോലെ ചേട്ടൻ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ കറി. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ആദ്യം കുറച്ച് തൈര്, ഒരു കപ്പ് തൈര്, ഒരുമാതിരി പുളിയുള്ള തൈര് കേട്ടോ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബദാം ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചത് കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ഹെവി ആയിട്ടുള്ള, ഹെൽത്തി മാത്രമല്ല ഹെവി ആയിട്ടുള്ള ഒന്ന്. അടുത്തത് നമ്മൾ തേങ്ങാപ്പാല്, കുറുകിയ തേങ്ങാപ്പാലാണ്. അതും അരക്കപ്പ് ഒഴിച്ചു. ജീരകം പൊടിച്ചത്, നന്നായിട്ട് ജീരകം പൊടിച്ചത്, അത് വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു നമ്മളുടെ മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, നന്നായിട്ട് അതും നന്നായിട്ട് ചൂടാക്കിയിട്ട് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു മല്ലിയിലയും പുതിനയിലയും മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. അത് രണ്ടും അതിനകത്ത് ചേർക്കുന്നു. പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നു ശകലം മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ശകലം മുളക് പൊടി ചേർത്തു. അതിനുശേഷം കാശ്മീരി മുളക് പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത്. നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ശകലം കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ നമ്മൾ ചേർക്കുന്നു അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗരം മസാല, അര സ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. അര സ്പൂണോളം ഗരം മസാല ചേർത്തു. ദെൻ ഇതിനകത്ത് ഒണിയൻ, ഉള്ളി ഇത് ചെയ്തത്, വറുത്തെടുത്തത് അതിനകത്തേക്ക് ചേർക്കുക. ഓക്കെ, അപ്പോൾ അത്രയായി. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച്, അതിപ്പോൾ എത്രയാണെന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു. നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ പിന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത്രത്തോളം സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാരണം നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മളുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുക. സോ നമ്മളിത് ഏതാണ്ട് മിക്സ് ചെയ്തു. ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് നാരങ്ങ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിടും. അപ്പം നമ്മൾ ചിക്കൻ പീസ് ഇടുവാണ്. ഒരുമാതിരി ന്യായമായിട്ട് ഒരു സെമി ടൈപ്പ് കറിക്കട്ട് ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോ ഉണ്ടാവില്ലേ? ഒരു കിലോ ചിക്കൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഉള്ളി എടുത്തത് 2 വലിയ ഉള്ളി എടുത്തു. ഒരു കപ്പ് തൈര് എടുത്തു. ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മുഴുവൻ വെളുത്തുള്ളി എടുത്തു. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ അങ്ങനെ ടേസ്റ്റിൻ്റെ ഒരു, നമ്മൾ പറയാം, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്നൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഹൈദരാബാദി ചിക്കൻ കറി. നമ്മൾ എല്ലാ ദിവസവും ഒരേ തരത്തിൽ ഉണ്ടാക്കുമ്പോഴേ നമുക്കും ബോറടിക്കും, കഴിക്കുന്നവർക്കും ബോറടിക്കും. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണിത്. വേണ്ടത് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു 3 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ അല്ല കേട്ടോ, കുക്കിംഗ് ഓയിൽ. നെയ്യ് ചേർക്കാം. നെയ്യോ ബട്ടറോ അല്ലേ? ഓയിൽ എന്താ വേണ്ടതെന്ന് ചെയ്യാം. ഇനി അതിനകത്ത് ബാക്കി ഇവിടെ എടുത്തു വെച്ചേക്കണ കുട്ടേട്ടായിരിക്കണത് ഈ രണ്ടേ ഉള്ളൂ. പച്ചമുളകും അത് കായുണ്ട്. കായ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു പീസ് നാരങ്ങ, അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് 20 മിനിറ്റ് വെക്കണോ? ഒരു 20-25 മിനിറ്റ്. ഇനിയിപ്പോൾ ഏറ്റവും പെട്ടെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് വയ്ക്കാന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ നേരം നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് അത് അടച്ച് വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. നമ്മൾ ചുവട് കെട്ടി ഒരു പാത്രം വെച്ചു. അതിനുശേഷം നമ്മളിനി കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങുകയാണ് കേട്ടോ. ആദ്യം നമ്മളിത് ഇളക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണേ. ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുന്നു. നമ്മളത് വെറുതെ കുക്കറിലേക്ക് നമ്മൾ
നമ്മൾ മിക്സ് ചെയ്ത മിശ്രിതം നമ്മൾ ചേർത്തു. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഇളക്കണ്ടേ, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും എത്താൻ പാകത്തിന് കേട്ടോ, കുത്തി ഇളക്കണമെന്നല്ല, ജസ്റ്റ് ഒന്ന് ആ വെള്ളം താഴത്തേക്ക് ഒന്ന് ഇറങ്ങാൻ പാകത്തിന് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ കൂട്ടിയിടുക. തീ കൂട്ടിയിട്ടതിന് ശേഷം കുരുമുളക്, ക്രഷ്ഡ് കുരുമുളകാണിത്, അതൊരു 10-15 ഉണ്ടാവും ഓൾറെഡി നമ്മൾ അത് അതിനകത്തേക്ക് ചേർത്തു. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കസൂരി മേത്തി കേട്ടോ, കസൂരി മേത്തി കൂടെ ചേർത്തു നമ്മൾ ഇതിനകത്തേക്ക്. അതിനുശേഷം നമ്മളിതൊന്ന് ഒഴിക്കുക, മീൻസ് ഒന്ന് മിക്സ് ചെയ്യുവാണേ. ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ചിക്കൻ കറിയല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു സ്പൂണോളം നല്ല വീട്ടിലുണ്ടാക്കി വെച്ച നെയ്യ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു കറിയുടെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത്. അതിനുശേഷം നമ്മളിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം അല്ലേ, ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളക്കണം വരെ തുറന്ന് വെച്ച് വേവിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റ് നന്നായിട്ട് തിളച്ചു ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിനെ സിമ്മിലാക്കിയിടാം. നന്നായിട്ട് തിളച്ചു തുടങ്ങി, നമുക്കിത് സിമ്മിലിട്ട് ഒരു 30 മിനിറ്റ് വരെ വേവിക്കാം. നമ്മൾ ഒരു അരമണിക്കൂറിന് മേളിലായി നമ്മൾ കറി വെച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല, കാരണം തുറക്കുമ്പോഴല്ല ഇപ്പോഴല്ല നമ്മൾ തുറക്കണേ. ഇത് നമ്മൾ നമ്മുടെ ഇത് ഓഫ് ചെയ്ത് വേണോ. അതിനുശേഷം ഒരു 2 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുള്ളൂ, കാരണം അതിൻ്റെ ആ നെയ്യും എണ്ണയും എല്ലാം മേളിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ 2 മിനിറ്റ് നമ്മളുടെ ചിക്കൻ കറി നമ്മളതൊന്ന് റെഡി ആവാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ദെൻ നമ്മളിത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, നന്നായിട്ട് മേളിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് കുറച്ച് മല്ലിയില പുതിനയില ചേർത്തതിന് ശേഷം കുറച്ച് കറക്റ്റ് സാധനങ്ങളെല്ലാം റെഡിയായി. നമ്മളിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഹൈദരാബാദി ചിക്കൻ കറി. നന്നായിട്ട് അതും നന്നായിട്ട് ചൂടാക്കിയിട്ട് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തത്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കയ്യെ പിടിക്കുമ്പോൾ എന്താണെന്ന് അറിയോ, കയ്യായത് വേണ്ട. ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്.